ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, ചിത്തേ പോലെയിരിക്കണം. ജാനിയുടെ അടുത്തിരുന്ന് വയറെ തലോടി പാട്ട് പാടുകയാണ് ജെനി. എടി, ഈ പാട്ട് ഇങ്ങനെയല്ലല്ലോ. ജെനിയുടെ പാട്ട് കേട്ട് വന്ന മനു അവരുടെ അടുത്തിരുന്ന് ചോദിച്ചു. എങ്ങനെയായാലും ഇപ്പൊ ഇങ്ങനെ മതി. ജെനി മനുവിനെ നോക്കി ചുണ്ടുകൊട്ടി. എങ്ങനെ? എന്റെ കൊച്ചിനെ നിന്നെപ്പോലെ ആക്കുന്നില്ല. ആദ്യത്തെ കൺമണി ആണായിരിക്കും, അവന്റെ അച്ഛനെ പോലെ. നോക്കിക്കോ. മനു ജെനിയെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. കാണാം, എന്നെ പോലെ ഒരു പെൺകുട്ടിയായിരിക്കും. ജെനിയും വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും മനുവിന്റെയും ജെനിയുടെയും ബഹളം കേട്ട് സീതയും ചന്ദ്രനും വന്നു. അച്ചു മുകളിൽ നിന്ന് ഇറങ്ങിയും വന്നു. അവര് വന്നു നോക്കിയപ്പോൾ ജെനിയുടെയും മനുവിന്റെയും ഇടയിൽ തലയെ കയ്യും വെച്ചിരിക്കുന്ന ജാനിയാണ് കണ്ടത്. ജെനി, എന്താ ഇവിടെ? ഇറങ്ങി വന്ന അച്ചു ജെനിയോട് ചോദിച്ചു. ഒന്നുമില്ല. ജെനി കൈ മലർത്തി. ചുമ്മാതെ അച്ചു, നിന്റെ ഈ ഏട്ടനും എന്റെ ഈ അനിയത്തിയും കൂടി പതിവ് പോലെ വാവയ്ക്ക് വേണ്ടി അടിയിടുവാണ്. ജെനിയെയും മനുവിനെ തുറിച്ചു നോക്കി ജാനി അച്ചുവിനോട് പറഞ്ഞു. ദേ പിള്ളേരെ, രണ്ടിനും കിട്ടും എന്റെ കയ്യിൽ നിന്ന്. ജാനി പറഞ്ഞത് കേട്ടപ്പോ സീത ജെനിയോടും മനുവിനോടും പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല അമ്മ, ഞാൻ ഒരു പാട്ട് പാടിയതാണ്. അപ്പൊ ഈ ഏട്ടനാണ് എന്നോട് വഴക്കിട്ടത്. ചുണ്ടു പിളർത്തി കള്ളസങ്കടത്തോടെ അവൾ പറഞ്ഞപ്പോ അവർക്കെല്ലാം ചിരി പൊട്ടി. നീ എന്തിനാ മനു എന്റെ കുട്ടിയോട് വഴക്കിട്ടത്? അവള് പാട്ട് പാടിയതല്ലേ ഉള്ളൂ. അത്രയും നേരം മിണ്ടായിരുന്ന ചന്ദ്രനും കളത്തിലിറങ്ങി. ഓ, എന്താ മരുമോളോടുള്ള സ്നേഹം! മനു ചന്ദ്രനെ നോക്കി പൂച്ഛിച്ചു. മരുമക്കളല്ലടാ, ഇവര് രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ്, അല്ലേ സീതേ? ജാനിയെയും ജെനിയെയും നോക്കി ചന്ദ്രൻ സീതയോട് ചോദിച്ചു. അതേലോ. ജെനിയെയും ജാനിയെയും ചേർത്ത് പിടിച്ച് സീത പറഞ്ഞു. അപ്പൊ ഞങ്ങളോ? അച്ചു ചോദിച്ചു. നിങ്ങള് മരുമക്കൾ. വിളിച്ചുകൊണ്ട് ജെനി അച്ചുവിനോട് പറഞ്ഞു. ആഹാ, വാ ഏട്ടാ, നമുക്ക് ഭാര്യ വീട്ടിൽ നിൽക്കണ്ട, പോവാ. എങ്ങോട്ട്? വസുഅമ്മയുടെയും മഹിയച്ചയുടെ അടുത്തേക്ക്. അവർക്ക് നമ്മളാണല്ലോ മക്കള്. അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അച്ചു മനുവിനോട് പറഞ്ഞു. ആ വാടാ. മനു അച്ചു തോളെ കൈയിട്ട് തിരിഞ്ഞതും ജെനി വീണ്ടും ജാനിയുടെ നേർക്ക് തിരിഞ്ഞ് വീണ്ടും പാടി. ജെനിയുടെ പാട്ട് വീണ്ടും കേട്ടതും മനു സ്റ്റക്കായി. അവ അച്ചുവിനെ വിട്ട് ജാനിയുടെ അടുത്തേക്ക് വന്നു. വയറ്റി കിടക്കുന്ന എന്റെ ഇത്തിരിയില്ലാത്ത കൊച്ചിനെ പാട്ട് പാടി വശീകരിക്കുന്നോടി. ജെനിയെ മാറ്റി മനു ജാനിയുടെ അടുത്തിരുന്നു. എന്നിട്ട് അവൻ പാടാൻ തുടങ്ങി. അപ്പോഴേക്കും ജെനി മനുവിനെ തള്ളി മാറ്റി ജാനിയുടെ അടുത്തിരുന്നു. വാവേ, നിന്റെ അച്ഛൻ പറയുന്നത് കേൾക്കല്ലേ? എന്റെ കൊച്ചു ചിറ്റയെ പോലെ ആയാ മതി കേട്ടോ. ജാനിയുടെ വീർത്ത വയറി പതിയെ ഉമ്മ വെച്ചുകൊണ്ട് ജെനി പറഞ്ഞു. വേണ്ടാട്ടോ, നിന്റെ ചിറ്റ റൗഡിയാണ്. എന്റെ കുട്ടി എന്നെ പോലെ ആയാ മതി. മനുവും വിട്ടുകൊടുത്തില്ല. ജെനിയുണ്ടോ അടങ്ങുന്നു. അവളും തുടങ്ങി. പിന്നെ മനുവും ജെനിയും തമ്മിലായി. ഒന്ന് നിർത്തുന്നുണ്ടോ? സഹിയായിട്ട് ജാനി അവരോട് പറഞ്ഞു. അച്ചു, നീ ഇവളെ വിളിച്ചോണ്ട് പോ. ജെനിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ജാനി അച്ചുവിനോട് പറഞ്ഞു. നിങ്ങൾ മുറിയിലേക്ക് പോ. ജാനി മനുവിന് നേരെ തിരിഞ്ഞു. ജെനിയും മനു ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. ജെനി വാ. അച്ചു അവളെ വിളിച്ചു. ജെനി അവനെ ഒന്ന് നോക്കി മനുവിന്റെ അടുത്തേക്ക് ചെന്നു. ജീവനുണ്ടേ കാണാ ഏട്ടാ. ഏട്ടനും. പോട്ടെ ഏട്ടാ, സൂക്ഷിക്കണേ മോളെ. മനുവും ജെനിയും പറയുന്നതായിട്ട് കിളി പോയി നിൽക്കുവാണ് മറ്റുള്ളവർ. മനുവിനെ നോക്കി കൈ വീശി ജെനി അച്ചുവിന്റെ കൂടെ മുകളിലേക്ക് പോയി. അവള് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ മനു അവളെ നോക്കി കൈ വീശി. നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കണ്ട് ചിരി കടിച്ചു പിടിച്ച് നിൽക്കുവാണ് സീതയും ചന്ദ്രനും ജാനിയും. മനു ജാനി ഒന്ന് പാളി നോക്കി മുറിയിലേക്ക് പോയി. അവൻ പോയതും ജാനിയും സീതയും ചന്ദ്രനും ചിരിച്ചു. ദൈവമേ, ഇങ്ങനെ രണ്ടെണ്ണം! ചിരിച്ചുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു. കഴിക്കാൻ വല്ലതും വേണോ മോളെ? സീത ജാനിയോട് ചോദിച്ചു. വേണ്ടമ്മേ, വേണമെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കാം. ജാനി സീതയോട് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കണേ. ആ അമ്മേ. അവളെ ഒന്ന് നോക്കി സീത അവിടെ നിന്നും പോയി. ഫോൺ കോൾ വന്നപ്പോ ചന്ദ്രൻ പുറത്തേക്കും പോയി. ജാനി അവിടെ തന്നെ ഇരുന്നു. റൂമിലെത്തിയ അച്ചു ജെനിയെ കൊണ്ട് ബാൽക്കണിയിൽ ചെന്നിരുന്നു. എന്തായിരുന്നു താഴെ? അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ചുമ്മാ. അവള് കള്ളച്ചിരിയോടെ തല താഴ്ത്തി. കൂടുന്നുണ്ട് നിനക്ക്. അവളുടെ തലയെ ചെറുതായി കൊട്ടിക്കൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു. അവള് ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനൊരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ജെനി, ആനിയമ്മയെ കാണാൻ പോണ്ടേ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അച്ചു അവളോട് ചോദിച്ചു. ആ, ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. കുറച്ചായി ആനിയമ്മയെ കണ്ടിട്ട്. അവന്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവൾ പറഞ്ഞു. നാളെ ക്ലാസ് ഇല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് പാച്ചുവിന്റെ എബിയുടെ അഞ്ചുവിന്റെ അങ്ങോട്ട് പൊയ്ക്കോ. ഞാൻ അങ്ങോട്ട് വരാം, പോരെ? അതോ ഒരുമിച്ച് പോണോ? അവൻ അവളെ നോക്കി. ആ മതി, അവരുടെ കൂടെ പോവാം. അങ്ങ് വന്നാ മതി. നമുക്ക് ഒരുമിച്ച് പിന്നൊരു ദിവസം പോവാം. അവൾ അവനെ നോക്കി പറഞ്ഞു. വീണ്ടും രണ്ടുപേരും നിശബ്ദമായി പ്രണയിച്ചുകൊണ്ടിരുന്നു. ജെനിയുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടപ്പോൾ അവൾ അവനിൽ നിന്നും അകന്നു മാറി. നീ റിംഗ് ടോൺ മാറ്റിയോ? യൂഫോറിയ ആയിരുന്നില്ലേ? അവളുടെ റിംഗ് ടോൺ കേട്ട അച്ചു അവളോട് ചോദിച്ചു. അത് ഞാൻ മാറ്റി, ഇപ്പൊ ഇതാണ്. ജെനി ഇളിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ചെല്ലി ഫോൺ എടുത്തിട്ട് വാ. അവൻ പറഞ്ഞപ്പോ അവൾ മുറിയിലേക്ക് കയറി. അവരാണ് കോൺഫറൻസ്.
ഫോൺ കയ്യിലെടുത്ത് ചിരിയോടെ അവൾ അച്ചുവിന്റെ അടുത്ത് തന്നെ വന്നിരുന്നു. എടുക്ക്, എന്നിട്ട് സംസാരിക്ക്, ഞാൻ അപ്പുറത്തുണ്ടാവും, അവളോട് പറഞ്ഞു. അച്ചു അവിടെ നിന്ന് എണീറ്റു. പക്ഷെ ജെനി അവനെ അവിടെ തന്നെ ഇരുത്തി. അവന്റെ നെഞ്ചിലേക്ക് ചാരി. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. എന്റെ കൂട്ടുകാര് നിങ്ങൾക്ക് അന്യരൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ ഈ ഷോ? അവനെ നോക്കി ചുണ്ടുകൊട്ടി അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. അച്ചു പുഞ്ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. എന്താടി പുലി, നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര താമസം? ഫോൺ എടുത്തത് പാച്ചുവിന്റെ ഭരണിയായിരുന്നു. ജെനി അച്ചുവിനെ ഒന്ന് പാളി നോക്കി. അവൻ ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. അവള് ദയനീയമായി അവനെ നോക്കി. അവൻ അവളോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ നിന്നെ പോലെയല്ല, ഉത്തരവാദിത്തമുള്ള മരുമകളാണ്, അപ്പൊ കുറച്ച് വൈകും. ഓവേ, നിന്നെ കൊണ്ട് അവിടെ ഒരു സ്പൂൺ പോലും സീതമ്മ എടുപ്പിക്കുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആണോ? അറിഞ്ഞില്ല. എന്താണ് വിളിയുടെ ഉദ്ദേശം? അഞ്ജുമ്മ, കാര്യം പറയട്ടെ. എബി അഞ്ജുവിനെ വിളിച്ചു. എന്താ എബി? ആകാംക്ഷ അടക്കാൻ കഴിയാത്തതുകൊണ്ട് ജെനി ചോദിച്ചു. എന്റെ ജെനി, ഒന്നും പറയണ്ട, അഞ്ജുവിനൊരു കല്യാണാലോചന. ചിരിച്ചുകൊണ്ട് പാച്ചു പറഞ്ഞു. അതിലിപ്പോ ചിരിക്കാൻ എന്താ, നല്ലതല്ലേ? ജെനി അവരോട് പറഞ്ഞു. പൊന്നു മോളെ, ആളെ അറിഞ്ഞാ നീയും ചിരിക്കും. ആരാടാ? നമ്മുടെ ആൽബി സാർ. ആദ്യം ഒന്ന് കിളി പോയെങ്കിലും ജെനിയെ ചിരിച്ചു. അഞ്ജുവേ. ജെനി അഞ്ജുവിനെ വിളിച്ചു. അങ്ങേരെ എനിക്കിട്ട് പണിയുന്നതാണ്, എന്റെ പട്ടി കേട്ടു അങ്ങേരെ. അഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞു. ഇനിയിപ്പോ ആൽബി സാറിനെ കേട്ട പുതിയ പട്ടിയൊക്കെ വാങ്ങണ്ടേ? നീ തന്നെ പട്ടി ആയിക്കോടി, ജെനി അവളോട് പറഞ്ഞു. പട്ടി നിന്റെ കെട്ടിയോ? ദേഷ്യത്തോടെ അഞ്ജു ജെനിയോട് പറഞ്ഞു. അഞ്ജു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന അച്ചു അഞ്ജുവിനെ വിളിച്ചു. അയ്യോ, അച്ചുവേട്ട ഉണ്ടായിരുന്നോ? സോറി, അഞ്ജു പെട്ടെന്ന് പറഞ്ഞു. അല്ലേ ബി, എന്നിട്ട് കാണാൻ വന്നോ സാർ? ജെനി എബിയോട് ചോദിച്ചു. ഇല്ലടാ, പപ്പയോട് ചോദിച്ചിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല. ഈ ആഴ്ച വരുമെന്ന് പറഞ്ഞു. എബി പറഞ്ഞു. അങ്ങനെയാണല്ലേ. അപ്പൊ അഞ്ജു നാളെ കോളേജിലേക്ക് എങ്ങനെ വരുവല്ലേ? ജെനി ഒരു പ്രത്യേക ടോണിൽ അവളോട് ചോദിച്ചു. എച്ചിട്ട് പോടി ചൂരെ. അഞ്ജു കോൾ കട്ടാക്കി. അവള് പോയി. അച്ചുവേട്ടാ, അഞ്ജുവിനെ കാണാൻ വരുന്ന ദിവസം ജെനിയും കൂട്ടി വരണേ. എബി അച്ചുവിനോട് പറഞ്ഞു. ആയിക്കോട്ടെ, വരാലോ. അച്ചു മറുപടിയും പറഞ്ഞു. എന്നാ ഓക്കെ, ബൈ. ബൈ. ജെനി ഫോൺ വെച്ച് നോക്കിയപ്പോ അച്ചു അവളെ തന്നെ നോക്കിയിരിക്കുന്നു. അവള് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. ആരാ ആൽബി? അവൻ അവളോട് ചോദിച്ചു. പുതിയ സാറാണ്, ആൽബർട്ട്. അഞ്ജുവായിട്ടുള്ള പ്രശ്നം? ജെനി ചിരിച്ചുകൊണ്ട് ആൽബിയുടെ അഞ്ജുവിന്റെ ഉടക്ക അച്ചുവിനെ പറഞ്ഞു കേൾപ്പിച്ചു. കൊച്ചു കുഞ്ഞിനെ പോലെ ഉത്സാഹത്തോടെ അവള് പറയുമ്പോൾ അവൻ അവളെ പ്രണയത്തോടെ, അതിലുപരി വാത്സല്യത്തോടെ അവളെ നോക്കിയിരുന്നു. ആഹാ, അപ്പൊ ഉടക്കി നമ്മളെപ്പോലെ ആവൂല്ലേ? അച്ചു ചിരിയോടെ ജെനിയെ നോക്കി. ഉറപ്പല്ലേ? അവളും ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഒരു വേള രണ്ടുപേരുടെയും കണ്ണുകൾ ഉടക്കി. കണ്ണുകളിലെ പ്രണയം അതിന്റെ ആഴങ്ങളിൽ പതിഞ്ഞു തുടങ്ങിയപ്പോൾ അവരുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. രണ്ടുപേരുടെ കണ്ണുകളും മുഖവും ആദരമായി. അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് നീങ്ങിയപ്പോൾ അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്ത് അവളെ അവന്റെ മടിയിലിരുത്തി. അവളുടെ കൈകൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളിലേക്ക് മുഖമടുപ്പിച്ച് അവളുടെ താടിച്ചുടിയ നാവിനെ ചുരുട്ടിക്കൊണ്ട് അവളുടെ അതരങ്ങളിലേക്ക് അവന്റെ അതരങ്ങൾ ചേർത്തു വെച്ചു. അവന്റെ പിൻകഴുത്തിൽ അവളുടെ നഖം ആഴ്ന്നുകൊണ്ടിരുന്നു. വികാരങ്ങൾ അതിന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിയപ്പോൾ അവളുടെ ടീഷർട്ടിനിടയിലൂടെ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ തഴുകിക്കൊണ്ടിരുന്നു. കൈകളുടെ സ്ഥാനം മാറി ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളെയും കോരിയെടുത്തവൻ മുറിയിലേക്ക് കയറി. അതരങ്ങളെ മോചിപ്പിക്കാതെ അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ മേലെ അവനും കിടന്നു. വീണ്ടും ചുംബിച്ചുകൊണ്ടിരുന്നു. ശ്വാസം വിലങ്ങിയപ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ പതിയെ തല്ലി. അതരങ്ങളെ വേർപെടുത്തുമ്പോൾ രണ്ടുപേരും നന്നായി കിതച്ചിരുന്നു. അവളുടെ പൂമ്പിയടഞ്ഞ മിഴികളും ചുവന്നു നിൽക്കുന്ന കവിളുകളും അവനെ വീണ്ടും ഉന്മാത്തനാക്കി. അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ ചോരയെ അവൻ അവന്റെ നാവ് കൊണ്ട് ഒപ്പിയെടുത്തു. അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളൊരു ഏങ്ങലോടെ അവന്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. അവളുടെ ഇടം കഴുത്തിലവൻ പതിയെ ദന്തങ്ങൾ ആഴ്ത്തി. അവന്റെ ദന്തങ്ങൾ തീർത്ത പാടെ നാവ് കൊണ്ട് പതിയെ തഴുകിയവൻ ആഞ്ഞു ചുംബിച്ചു. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവന്റെ മുടി കൊരുത്തു വലിച്ചു. കഴുത്തിൽ നിന്ന് മാറിലൂടെ അവന്റെ അതരങ്ങൾ അവളുടെ ആലില വയറിലെത്തി. അവളുടെ പൊക്കിച്ചുഴിയിലേക്ക് ചുറ്റും അവന്റെ ദന്തങ്ങളാൽ തീർത്ത കരിനീലിച്ച പാടി ചുംബിച്ചുകൊണ്ട് വീണ്ടും പല്ലുകളാഴ്ത്തി. അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. പതിയെ ഇരുവരുടെയും വസ്ത്രങ്ങൾ വേർപെട്ടു തുടങ്ങി. അവളുടെ നഗ്നതയെ അവന്റെ ചുംബനങ്ങളെ മറച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവളെ അവൻ സ്വന്തമാക്കി. ഒരിക്കൽ കൂടി ജെനി അച്ചുവിന്റെ മാത്രമായി. തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് വീണ അവനെ അവൾ ചേർത്ത് പിടിച്ചു. അവളിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളെയും അവളിലെ കണ്ണുനീരിനെയും അവന്റെ അതരങ്ങളാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവളെ അവൻ അവന്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. അതെ അച്ചുവേട്ടാ. ജെനി കാര്യമായ അച്ചുവിനെ പതപ്പിക്കുന്ന തിരക്കിലാണ്. അച്ചുവാണെ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. അച്ചുവേട്ടാ. ജെനി സൗണ്ട് അല്പം കൂട്ടി. അവളുടെ ശബ്ദം കൂടിയത് കൊണ്ടാവാം അവൻ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി. എന്താടി? ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കോ? അവൾ അവന്റെ അടുത്ത് ചേർന്നിരുന്നു. കാര്യം പറ, എന്നിട്ട് ആലോചിക്കാം സമ്മതിക്കണോ വേണ്ടേന്ന്.
അച്ചു അവളോട് പറഞ്ഞപ്പോ അവൾ മുഖം വീർപ്പിച്ചു. നീ മുഖം വീർപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യം അറിയാതെ ഞാൻ ഒന്നും പറയില്ല. എന്തെങ്കിലും കൊനിഷ്ടാവും. മുഖം വീർപ്പിച്ചിരിക്കുന്ന ജെനിയുടെ കവിളിൽ വിരലുകൊണ്ട് കുത്തി അവൻ പറഞ്ഞു. അതില്ലേ പിന്നില്ലേ. ജെനി അവന് നേരെ തിരിഞ്ഞിരുന്നു അവന്റെ ടീഷർട്ടിലൂടെ വിരലോടിച്ചു. പിന്നെ ചേച്ചി നാളെ പ്രസവത്തിന് കൊണ്ടുപോവില്ലേ? ആ, കൊണ്ടുപോകും. അതിന്? അച്ഛൻ സംശയത്തോടെ അവളെ നോക്കി. ഞാനും പൊയ്ക്കോട്ടെ ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക്. നീയും ഗർഭിണിയാണോ? ഗർഭിണിയാണെങ്കിൽ മാത്രമേ പോവാൻ പറ്റുള്ളൂ. നീ എന്തിനാ ഏട്ടത്തിയുടെ കൂടെ പോകുന്നേ? 2 ദിവസം മുമ്പല്ലേ പോയി വന്നത്. ആ, അത് 2 ദിവസം മുമ്പല്ലേ. അന്ന് ചേച്ചി ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി ചേച്ചിയുടെ കൂടെ പോയി നിന്നിട്ട് വരാം. വേണ്ട, പോവണ്ട. കഴിഞ്ഞില്ലേ? നീ പോയി നിന്റെ പണി നോക്ക്. അതെന്താ അങ്ങനെ? എനിക്കും ആഗ്രഹമില്ലേ എന്റെ ചേച്ചിയുടെ കൂടെ നിൽക്കാൻ. നീ ഇവിടെ ഏട്ടത്തിയുടെ കൂടെ തന്നെയല്ലേ നിന്നിരുന്നേ? അത് ഇവിടെയല്ലേ. ഇനി കുറച്ചു ദിവസം അവിടെ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നീ എങ്ങോട്ടും പോകുന്നില്ല. അച്ചു ഉറപ്പിച്ചു പറഞ്ഞു. എന്താ അച്ചു ഏട്ടാ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. പൊക്കോട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഏട്ടത്തി പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒരുമിച്ച് പോവാം. അല്ലാതെ നാളെ നീ എങ്ങോട്ടും പോവില്ല. എന്ത് സ്വഭാവമാണ്. ആ, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. അല്ലേലും നിങ്ങൾക്ക് പണ്ടത്തെ സ്നേഹമൊന്നുമില്ല. ജെനി അവസാനത്തെ അടവെന്നോണം സെന്റി തുടങ്ങി. എത്ര പണ്ട്? അച്ചു അവളെ പുച്ഛിച്ച് തള്ളി. അതും ഏറ്റില്ല അല്ലേ? വിളിച്ചുകൊണ്ട് ജെനി അവനെ നോക്കി. ഇല്ല, അടുത്തത് നോക്ക്. ഞാൻ പോയിക്കോട്ടെ പ്ലീസ്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏട്ടത്തിയുടെ കൂടെ നീയും കൂടെ പോയ പിന്നെ ഇവിടെ ആളുണ്ടാവില്ല ജെനി. അമ്മയ്ക്കും അച്ഛനും ഇപ്പൊ ഞങ്ങളെ കണ്ടില്ലേലും കുഴപ്പമില്ല. നിന്നെ ഏട്ടത്തിനെയും കണ്ടില്ല ഉഷാറുണ്ടാവില്ല. നിനക്ക് അറിയുന്നതല്ലേ. അപ്പൊ പിന്നെ ഏട്ടത്തിയുടെ കൂടെ നീയും കൂടി പോയ ഈ വീട് തന്നെ ഉറങ്ങില്ലേ. മാത്രമല്ല എനിക്ക് നീയില്ലാതെ പറ്റില്ല. നിനക്കും അങ്ങനെ തന്നെയല്ലേ? അച്ഛൻ ജെനിയെ ഒളുകണ്ണിട്ട് നോക്കി. എന്നാ നാളെ പോണില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കുവോ? ജെനി അച്ചുവിനെ നോക്കി. ആക്കാം. പ്രോമിസ്? പ്രോമിസ്. എന്നാ ഓക്കെ. അച്ചുവിന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൾ മുറിവിട്ടിറങ്ങി. ഈ കുരിപ്പ്. അവൾ ചുംബിച്ച കവളിൽ കൈവച്ച് പുഞ്ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി അവൻ നിന്നു. അടുത്ത ദിവസം തന്നെ ജാനിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ജെനിയുടെ വീട്ടിൽ നിന്ന് വന്നു. എന്താ വൈകിയ മഹി? അകത്തേക്ക് കയറിയ മഹിയോട് ചന്ദ്രൻ ചോദിച്ചു. ബ്ലോക്ക് ആയിരുന്നടാ. ചന്ദ്രനോട് പറഞ്ഞ് മഹി മറ്റുള്ളവരെ നോക്കി. ജയ, സുഖമല്ലേ? വിധുവിന്റെ അച്ഛന്റെ നേർക്ക് കൈനീട്ടി മഹി ചോദിച്ചു. ആടാ. മഹിയുടെ കൈയിലേക്ക് കൈ ചേർത്തുകൊണ്ട് ജയനും പറഞ്ഞു. സ്ത്രീജനങ്ങളെല്ലാം ഡൈനിങ് ടേബിളിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. വിധുവും കൃതിയും ദീപവും വന്നതുകൊണ്ട് അച്ചു അവന്റെ കൂട്ടുകാരുടെ കൂടെയാണ്. മനു അച്ഛന്മാരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ജാനിയുടെ അടുത്താണ് ജെനിയും ദിവ്യയും. എങ്ങനെ പോകുന്നു അച്ചു, റൗഡിയുമായുള്ള നിന്റെ ജീവിതം? അവരുടെ സംസാരത്തിനിടെ ദീപു അച്ചുവിനോട് ചോദിച്ചു. അടിപൊളിയായിട്ട് പോകുന്നു. ഇളിച്ചുകൊണ്ട് അച്ചുവും മറുപടി പറഞ്ഞു. നീ ഇതുവരെ കാണുമ്പോ ചോദിക്കുന്നുണ്ടല്ലോ ദീപു, അതെന്തിനാ? കൃതി അവളുടെ സംശയം ചോദിച്ചു. ചുമ്മാ ഒരു മനസുഖം. അവർ വീണ്ടും അവരുടെ സംസാരത്തിലേക്ക് തിരിഞ്ഞു. സംസാരത്തിനിടയ്ക്ക് വിധുവിന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ദീപുവിന്റെ മേൽ പാറി വീഴുന്നുണ്ടായിരുന്നു. ദീപു അത് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും അത് കണ്ട അച്ചുവും കൃതിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ചേച്ചി, എന്താ ഇപ്പൊ കോളേജ് അടിയൊന്നും ഉണ്ടാക്കാത്തെ? ദിവി ജെനിയോട് ചോദിച്ചു. പൊന്ന് ദിവി, നീ അവളെ ഓർമ്മിപ്പിക്കല്ലേ? ദിവ്യയുടെ ചോദ്യം കേട്ട ജാനി അവളോട് പറഞ്ഞു. ജെനി ജാനിയെ ദിവ്യയെ നോക്കി നന്നായി ഒന്ന് ഇടിച്ചു. ജാനി വാഷ്റൂമിൽ പോയ സമയത്ത് ദിവി ജെനിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. ചേച്ചി. ദിവ്യ കുറച്ച് സോപ്പൊക്കെ പതപ്പിച്ച് ജെനി അങ്ങ് വിളിച്ചു. പതപ്പിക്കല്ലേ മോളെ, കാര്യം പോരട്ടെ. ജെനി പെട്ടെന്ന് തന്നെ ദിവ്യയോട് പറഞ്ഞു. അത് പിന്നെ. ജെനി എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തതുകൊണ്ട് ദിവ്യ തപ്പിത്തടഞ്ഞു. പറയ് ദിവി. ദിവ്യ നിന്ന് വിൽക്കുന്നത് കണ്ടപ്പോ ജെനി അവളോട് പറഞ്ഞു. അത് ചേച്ചി, എന്നോട് ദേഷ്യപ്പെടരുത്. എനിക്കത് നാണം കൊണ്ടാണെന്ന് തോന്നുന്നു. കൊച്ചിന് വാക്കുകൾ കിട്ടുന്നില്ല. പാച്ചുവിനെ ഇഷ്ടമാണെന്ന് അവനോട് തന്നെ പറഞ്ഞേക്ക്. അവസാനം ജെനി തന്നെ കാര്യം പറഞ്ഞു. ജെനി പറഞ്ഞു കേട്ട് ദിവ്യ അന്തം വിട്ട് അവളെ നോക്കി. ചേച്ചിക്ക് എങ്ങനെ? കിളി പോയ ദിവ്യ അവളോട് ചോദിച്ചു. പാച്ചുവിനെ നീ ഓരോ തവണയും പാത്തും പതുങ്ങി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പാച്ചന്റെ കാര്യം കേൾക്കാൻ നീ കാണിക്കുന്ന ഉത്സാഹവും എല്ലാം ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉറപ്പായി. ജെനി പറഞ്ഞു കേട്ടപ്പോ ദിവ്യ തല ചൊറിഞ്ഞു. അത് ഞാൻ മേഘ ചേച്ചി ഏട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ദേഷ്യപ്പെട്ടില്ലേ? അതുപോലെ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഇതുവരെ. ദിവ്യ ജെനിയെ നോക്കി. മേഘ അവളെ ഞങ്ങൾക്കെന്നല്ല, കോളേജിൽ ആർക്കും ഇഷ്ടമല്ല. പിന്നെ അവളെ നന്നായി അറിയുന്നത് കൊണ്ടാണ് അവളോട് ദേഷ്യപ്പെടുന്നത്. നിന്നെ എനിക്ക് ഇഷ്ടമാണ്. പാച്ചനോട് പറഞ്ഞേക്ക് വൈകാതെ. ജെനി പച്ചക്കൊടി കാണിച്ചപ്പോ ദിവ്യ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. എന്താണ് കെട്ടിപ്പിടിയും ഉമ്മ ഉപ്പും ഒക്കെ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ജാനി അവരോട് ചോദിച്ചു. ചുമ്മാ ഏസിയുടെ തണുപ്പ് കൂടിയപ്പോ. ജെനി അവളുടെ സ്വതസിദ്ധമായ ശൈലി ചാളിയടിച്ചു. ഹോ. ജാനി അവളെ നോക്കി ചുണ്ടുകോട്ടി ബെഡിൽ വന്നിരുന്നു. അവര് വീണ്ടും സംസാരിച്ചിരുന്നപ്പോഴാണ് ജെനിയുടെ ഫോൺ അടിച്ചത്. അവളത് കയ്യിലെടുത്തു. ഞാനിപ്പോ വരാം അവരോട് പറഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങി.
ജെനി അവരുടെ മുറിയിലേക്ക് പോകാൻ നിന്നെങ്കിലും അവിടെ അച്ചുവും കൂട്ടുകാരും ഉണ്ടെന്നോർത്തപ്പോ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി. എങ്ങോട്ടാ മോളെ? ഇറങ്ങി വരുന്ന ജെനിയോട് ചന്ദ്രൻ ചോദിച്ചു. പുറത്തുണ്ടച്ച, ഒരു കോൾ വന്നിരുന്നു, തിരിച്ചു വിളിക്കാനാണ്. ചന്ദ്രനോട് പറഞ്ഞ് മഹിയെ ഒന്ന് നോക്കി അവൾ ഗാർഡനിലേക്ക് ഇറങ്ങി. അത് ജെനിയല്ലേ? അവളെന്താ ഗാർഡനിൽ? ബാൽക്കണിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിനിടെ താഴേക്ക് നോക്കിയ ദീപു ഗാർഡനിൽ നിൽക്കുന്ന ജെനിയെ കണ്ടപ്പോ അച്ചുവിനോട് പറഞ്ഞു. ദീപു പറഞ്ഞ കേട്ടപ്പോ അച്ചുവും കൃതിയും വിധും എല്ലാം താഴേക്ക് നോക്കി. ജെനി കാര്യമായിട്ട് ആരോട് ഫോണിൽ സംസാരിക്കുകയാണ്. പറയുന്നതൊന്നും കേൾക്കുന്നില്ലെങ്കിലും അവളുടെ മുഖത്ത് നിന്നും കാര്യം സീരിയസ് ആണെന്ന് അച്ചുവിന് മനസ്സിലായി. ഇവിടെ നിന്ന് ഞാൻ എങ്ങനെയാടാ വരുവാ? അതും ശരിയാണ്, ചേച്ചിയെ കൊണ്ടുപോയിട്ട് വരാൻ നോക്ക്. അതുവരെയൊന്നും കാത്തു നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഇപ്പൊ കാണണം ആനിയമ്മയെ. ഡാ, നിങ്ങൾ അവിടെ തന്നെ നിക്കണേ. ഞാൻ എങ്ങനെയും വരാൻ നോക്കട്ടെ. തിരക്ക് പിടിക്കേണ്ട ജെനി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളില്ലേ ഇവിടെ. നീ തൽക്കാലം വരണ്ട. വേണ്ട, വരണം. എനിക്ക് വാശി പിടിക്കാതെ ജെനി, അവിടെ എല്ലാവരും ഉള്ളതല്ലേ. അച്ചുവേട്ടന്റെ ഫ്രണ്ട്സും വിധുചേച്ചിയുടെ ഫാമിലിയും. അവരെല്ലാം ആനിയമ്മ ആരാണെന്ന് ചോദിക്കില്ലേ? വേണ്ടടാ, എന്തുണ്ടെങ്കിലും നിന്നോട് വിളിച്ചു പറയാം. ടെൻഷൻ ആവണ്ട നീ, ഞാൻ വിളിക്കാം. വിളിക്കണേ. ആടാ, ബൈ ബൈ. ജെനി ഫോൺ വെച്ച് ഗാർഡനിലെ ബെഞ്ചിലിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ഇപ്പൊ വരാം. ഗാർഡനിലിരുന്ന് ഇടയ്ക്കിടെ കണ്ണുകൾ തുടയ്ക്കുന്ന ജെനിയെ കണ്ടപ്പോ അച്ചു കൂട്ടുകാരോട് പറഞ്ഞ് താഴേക്കിറങ്ങി. അച്ചു അവളുടെ അടുത്ത് ചെന്നിരുന്നു. ജെനി, പതിയെ അവളെ വിളിച്ചു. ജെനി അവനെ നോക്കി. അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോ അവന്റെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായി. എന്ത് പറ്റി ജെനി? അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് വെപ്രാളത്തോടെ അവൻ ചോദിച്ചു. അച്ചുവേട്ടാ, ആനിയമ്മ. അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. ആനിയമ്മയുടെ പേര് പറഞ്ഞ് അവൾ കരയുന്ന കണ്ടപ്പോൾ അവൻ ആശങ്കയോടെ അവളെ നോക്കി. ആനിയമ്മയ്ക്ക് എന്താ? പാച്ചു വിളിച്ചിരുന്നു. ആനിയമ്മയ്ക്ക് നെഞ്ചുവേദനയായി ഹോസ്പിറ്റലിലാണെന്ന്. എനിക്ക് പേടിയാവുന്നു. ചേച്ചിയും കിങ്ങിണിയെ നഷ്ടപ്പെട്ടു പോലെ എനിക്ക് ആനിയമ്മയും. അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. കരയാതെ ഒന്നും ഉണ്ടാവില്ല, ചെറിയ വേദനയാവും. ചുമ്മാ ആനിയമ്മ പറ്റിക്കുന്നതല്ലേ. കരയാതെ മോളെ, ആനിയമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. നീ കണ്ടോ, ആനിയമ്മ പതിവിലും ഉഷാറായിട്ട് വരും. അച്ചു അവളെ ചേർത്ത് പിടിച്ച് അവനാൽ കഴിയുന്നത് പോലെ അവളെ സമാധാനിപ്പിച്ചു. എല്ലാവരും പോയിട്ട് നമുക്ക് ആനിയമ്മയെ കാണാൻ പോവാം. പോരെ എന്റെ കൊച്ചു, കരയാതെ ചിരിച്ചേ. അവളോട് അവൻ പറഞ്ഞപ്പോ അവനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അപ്പോഴും അവളുടെ ഉള്ളിൽ അകാരണമായൊരു ഭയമുണ്ടായിരുന്നു.